ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏതൻ ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ, അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങി വെക്കരുതെന്ന് പഴയ കാലത്തൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ച് കഴുകി തേച്ച് ഒക്കെ കൊണ്ടുപോകണമല്ലോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇപ്പം ഒരുപാട് വ്യത്യാസം വന്നു. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ തന്നെ പോയി വാങ്ങണം. അപ്പോൾ നോർമലി നമുക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റത്തില്ല, നമ്മളെ നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് പേരെങ്കിലുമൊക്കെ കുറച്ചധികം സാധനങ്ങൾ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷെ നെസസറി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ബേബി വാഷ് ക്ലോത്ത്സ് ആണ്. ഇത് വളരെ ചെറിയ സൈസിലുള്ളൊരു സാധനമാണ്. 30 സെൻറ്റിമീറ്റർ. നമുക്ക് ഫേസ് ടവലായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഫേസ് ടവലാണിത്. നമുക്ക് ബർപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞ് പാലൊക്കെ കുടിച്ച് തികട്ടുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഫേസ് തുടയ്ക്കാൻ പറ്റും. വളരെ നല്ലൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് വരുന്നത്. 100% കോട്ടൺ ആണ്. ബ്രീത്തബിൾ ഫാബ്രിക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് ബേബി വൈപ്സ് ആണ്. ഇതിപ്പം ഒരു മദർ സ്പ്ലാഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബേബി വൈപ്സ് ആണ്. ഇപ്പം ഇതിപ്പം എല്ലാവർക്കും അറിയാം ഈ ഒരു ഐറ്റം. മോസ്റ്റ്ലി എല്ലാവരും ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ കരുതാറുണ്ട്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ നോർമലി മേടിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്ന സാധനം ഇതുപോലെ തന്നെ ബർപ്പ് ക്ലോത്ത് ആണ്. അത് ഫുള്ളി വൈറ്റ് കളറാണ്. മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ടവലിൻ്റെ അത്രയും വലിപ്പമില്ല, ഇത് തീരെ ചെറുതാണ്. മറ്റേ നമുക്ക് ബർപ്പ് ക്ലോത്ത് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ബർപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ നമുക്ക് നോർമലി ഫേസ് ടവൽ പോലെ അല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ വൈപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം തൊട്ടൊക്കെ വൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടവലാണ്. വളരെ ചെറിയ അളവാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത് ബർപ്പ് ക്ലോത്ത് ആണ്. ഇതെല്ലാം തുണി ഐറ്റംസിലാണ് പറയുന്നത്. ഇത് ബർപ്പ് ക്ലോത്ത് ആണ്. ഇത്രയാണ്. ഇത് നമ്മളിങ്ങനെ ഷോൾഡറിൽ ഇട്ടിട്ട് കുഞ്ഞിനെ ബർപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഇപ്പം എന്തെങ്കിലും പാലൊക്കെ തികട്ടി പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് വീണോളും. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സൊന്നും കേടാവത്തില്ല. അതുപോലെ കുഞ്ഞിനെ നമ്മൾ ബാക്കിലോട്ട് വെക്കുന്ന സമയത്താണെങ്കിലും കുഞ്ഞിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് ബർപ്പ് ക്ലോത്ത്. പിന്നെ ഉള്ള സാധനം എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ക്യുക്ക് ഡ്രൈ ആണ്. ക്യുക്ക് ഡ്രൈ എന്ന് വെച്ചാൽ ഡ്രൈ ഷീറ്റ്. നമുക്ക് കുഞ്ഞിനെ ഡൈപ്പർ ഫ്രീ ടൈമിലൊക്കെ കിടത്താൻ പറ്റുന്ന ഡ്രൈ ഷീറ്റാണ്. എടുത്ത് കാണിച്ചു തരാം. ഇത് നോർമലി എല്ലാവർക്കും അറിയാമായിരിക്കും, ഡ്രൈ ഷീറ്റാണ്. ഇത് ഇത്രയും വലുത് വേണമെന്നില്ല, നമുക്കിത് കട്ട് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. റേസിൻ്റെ സമയത്തൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യും. കാര്യം നമ്മളിപ്പം എപ്പോഴും നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ക്ലോത്ത് വയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് ആ ടവലിനകത്ത് ഇത് വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞെടുക്കാറുണ്ട് ബേബീസിനെ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ബാത്ത് ടവൽസ് ആണ്. ബാത്ത് ടവൽ എന്ന് പറയുന്നത് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇത് ഹൂഡഡ് ആണ്. ആക്ച്വലി ഇത് ഹൂഡഡ് ടവലാണ്. ഇങ്ങനെ. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൺ ആണ്. ബട്ട് ഇതിങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പം അതുപോലത്തെ 2 വാങ്ങിയിട്ടുണ്ട്. 2 കളറിൽ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് ഒരു ബ്ലൂ കളറും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മസ്ലിൻ ക്ലോത്ത് ആണ്. ഇത് വളരെ യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് സ്വാഡിൽ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് 3 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സൈസാണ്. ഒത്തിരി വലിയ സൈസിലാണ് ഇത് വരുന്നത്. ഒത്തിരി വലുതാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്തി സ്വാഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഹൂഡഡ് ടവലോ അല്ലെങ്കിൽ പൊതിയുന്ന മറ്റു ടൈപ്പ് ടവൽസിനെക്കാളും ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വെള്ളം അബ്സോർബ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. മസ്ലിൻ്റെ ക്ലോത്താണിത്. അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് ഇത്.
ഇത് ഞാൻ 3 എണ്ണം വരുന്ന ഒരു പാക്കായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം നമുക്ക് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ് എന്ന് പറയുന്നത് ഇത് എത്രയാണ്. പിന്നെ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള ഡയപ്പേഴ്സ്. ഇത് ടേപ്ഡ് ഡയപ്പേഴ്സാണ്. നോർമലി നമ്മൾ ടേപ്പ് ഡയപ്പേഴ്സാണ് കുഞ്ഞുങ്ങൾക്ക് മേടിക്കുന്നത്. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതും ടേപ്പ് ഡയപ്പേഴ്സ് തന്നെയാണ്. മറ്റേ പാൻസ് പോലത്തെ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. ടേപ്പ് ഡയപ്പേഴ്സാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് ടവൽസ് അല്ലെങ്കിൽ ബർത്ത് ക്ലോത്ത് അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി ഞാൻ കാണിക്കുന്ന കുറച്ച് ടൈപ്പ്. ഇത് ഞാൻ അധികം ഒന്നും വാങ്ങിയിട്ടില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഹുഡഡ് ടവൽസ് ആണ്. അത് ഞാനൊരു പല ടൈപ്പ് 2 എണ്ണം ഒരേപോലത്തെ പ്രിൻ്റ് വരുന്ന 2 കളറിലുള്ള 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ ടൈപ്പാണ്, 2 ലെയർ വരുന്നതാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇങ്ങനത്തെ ടവൽസ്, ഇതും 3 എണ്ണം വെച്ച് വാങ്ങിച്ചു. അങ്ങനെ 5 ടവൽസ് ഉണ്ട്. പിന്നെ മസ്ലിൻ സ്വാഡിലും ഉണ്ട്. ഇത് സ്വാഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടവലാണ്. പിന്നെ ജബ്ലാസ് ഞാൻ തൽക്കാലം 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനി കാരണം നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും നമുക്കറിയില്ല. അപ്പോൾ ഒരു 5 to 6 പീസസ് നമ്മൾ വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് നാപ്കിനാണ്. നമ്മുടെ ലെങ്കോട്ട് എന്ന് പറയുന്ന സംഭവം. അത് ഇത്രയും വലുത് ആക്ച്വലി വേണ്ട, പക്ഷെ ഞാൻ വാങ്ങിയത് ഇതാണ്. ഇതിങ്ങനെ ഈ വെൽക്രോ വരുന്ന ടൈപ്പാണ്. നമുക്കിതിനകത്ത് തുണി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല ഇങ്ങനെ യൂസ് ചെയ്യുന്നതും കുഴപ്പമില്ല, പക്ഷെ ഈ തുണി വെച്ചാൽ കുറച്ചും കൂടി യൂറിനൊക്കെ അബ്സോർബ് ചെയ്യും. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ബൂട്ടീസ്, ക്യാപ്പ്, മിറ്റൻ ഒക്കെ വരുന്ന 2 ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കളേഴ്സ് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ബഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് യൂസ്ഫുൾ ആവോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, പക്ഷേ നോർമലി ഇതൊരെണ്ണം കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിയത് സെബാമെഡിൻ്റെ തന്നെ ഒരു ബാർ സോപ്പും, ക്ലെൻസിങ് ബാർ സോപ്പും, പിന്നെ ഒരു ക്രീമും വാങ്ങിയിട്ടുണ്ട്. ലോഷനല്ല, ഇത് ക്രീമാണ്. സെബാമെഡിൻ്റെ ഒരു ക്രീമും ഒരു ബാർ സോപ്പും വാങ്ങിയിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2-3 ഡ്രൈ ഷീറ്റ് അധികം വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് നിപ്പിൾ ക്രാക്സ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നിപ്പിൾ ഷീൽഡാണ്. ഇത് സിലിക്കോണാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ കവറും ഇട്ട് വെക്കുന്ന കവറും വരുന്നുണ്ട്. പിന്നെ ബ്രസ്റ്റ് പാഡ്സ്, അത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വെക്കുന്നത് നന്നായിരിക്കും. നമ്മളെ ഡ്രസ്സിലോട്ടൊന്നും ആവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ബ്രസ്റ്റ് പാഡ്സും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത് 2 മാത്രം എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ബാക്കിയൊക്കെ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അവരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വൺസ് വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ട്രേ വാങ്ങിയിട്ടുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് അടുക്കി വയ്ക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു ട്രേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. ഇതൊരു 4 തട്ടിലാണ് വരുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാം, നമുക്കെല്ലാം കാണത്തക്ക രീതിയിൽ വെക്കാം. ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ന്യൂ ബോൺ കുട്ടികളുള്ള സമയത്ത് നമുക്ക് എസെൻഷ്യലായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷേ ഞാൻ വാങ്ങി വെച്ച മിനിമം കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.